നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ രംഗം സ്വയം പര്യാപ്തതയുടെ ചവിട്ടുപടിയിൽ കാലുറപ്പിച്ചു നിൽക്കാനുള്ള കുതിപ്പിലാണ്. ആത്മനിർഭർ ഭാരത് എന്ന ദീർഘകാല ലക്ഷ്യപ്രാപ്തിക്കായാണ് രാജ്യത്തിന്റെ നിലവിലെ പ്രയാണം. അതിന്റെ ഭാഗമായി മിസൈൽ സംവിധാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, നാവികസേനാ കപ്പലുകൾ, ആർട്ടിലറി ഗൺസ് തുടങ്ങി നിരവധി മേഖലകളിൽ ഒട്ടനേകം ആഭ്യന്തര വികസന പദ്ധതികളും ആസൂത്രണം ചെയ്ത് ആവിഷ്കരിച്ചു വരുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ പ്രതിരോധ കമ്പനികളും ചേർന്ന് രാജ്യത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായുള്ള അക്ഷീണ പ്രയത്നത്തിലുമാണ്. ഇതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പദ്ധതിയാണ് രാജ്യത്തിന്റെ ചിരകാല അഭിലാഷമായ 5ാം തലമുറ യുദ്ധവിമാനം അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വികസനം. ഈ പദ്ധതി പുരോഗമിച്ചു വരികയാണ്. 2029 ആകുമ്പോഴേക്കും അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള തദ്ദേശീയ മുന്നേറ്റങ്ങൾക്കൊപ്പം തന്നെ ലോകത്തിലെ പ്രമുഖ പ്രതിരോധ ശക്തികളുമായുള്ള പുതിയ പ്രതിരോധ ഇടപാടുകൾക്കും ഇന്ത്യ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ പ്രതിരോധ ഇടപാടുകളൊക്കെയും രാജ്യസുരക്ഷയ്ക്ക് എന്ന പോലെ തന്നെ സാങ്കേതിക വളർച്ചയ്ക്കും ആഴത്തിലുള്ള അന്താരാഷ്ട്ര കൂട്ടുകെട്ടിനുമെല്ലാം ഉപകാരപ്രദമായി മാറുന്നു. ആഗോള പ്രതിരോധ രംഗം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ച് ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സ്റ്റെൽത്ത് ശേഷി മികവുറ്റതാക്കാനുള്ള പുതുനീക്കങ്ങൾ നടത്തുന്നതിനിടയിൽ ഇന്ത്യ ഭാവിയിൽ വന്നേക്കാവുന്ന പല വെല്ലുവിളികളും മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് നടത്തിവരുന്നത്. പാകിസ്ഥാനാകട്ടെ ചൈനയുടെ പ്രധാന ആയുധ ഉപഭോക്താവുമാണ്. അതിനാൽ തന്നെ ചൈനയുടെ ഓരോ പ്രതിരോധ പദ്ധതികളും ഇന്ത്യക്ക് നിർണായകമായി തീരുന്നു. അതുപോലെ തന്നെ ഭൗമ രാഷ്ട്രീയ രംഗത്ത് സംഘർഷങ്ങളും പതിവായി വരികയാണ്. ഇതെല്ലാം മുൻനിർത്തിയാണ് റഷ്യയുടെ സുഖോയ് Su-57 യുദ്ധവിമാനം സ്വന്തമാക്കുന്നതിനായുള്ള പുതിയ കരാറിനെ കുറിച്ച് ഇന്ത്യ ചിന്തിക്കുന്നത്. അതിനിടെ ഇതാ ഇന്ത്യക്ക് 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ കൈമാറുന്നതിനായി അമേരിക്കയും റഷ്യയും തമ്മിൽ തന്ത്രപരമായ മത്സരം ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഇന്ത്യ റഷ്യയുടെ Su-57 യുദ്ധവിമാനത്തിലേക്ക് തിരിയും മുമ്പേ തന്നെ US-ന്റെ ശ്രദ്ധേയ 5ാം തലമുറ യുദ്ധവിമാനമായ F-35 ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ പ്രതിരോധ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളുടെ ഭാഗമായി അവിടെ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യരുതെന്ന നിർദ്ദേശം ഇന്ത്യക്ക് US നൽകിയിരുന്നു. അടുത്തിടെ ധാരണയിലെത്തിയ ഇന്ത്യ-US സ്വതന്ത്ര വ്യാപാര കരാറും ഇന്ത്യയുടെ റഷ്യൻ ആശ്രിതത്വം കുറിക്കാനാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ശക്തമാവുകയാണ്. അതിനിടയിലാണ് റഷ്യയുടെ Su-57 സ്വന്തമാക്കാനുള്ള നീക്കം തടുക്കുന്നതിനായി അമേരിക്ക തങ്ങളുടെ F-35 യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകാനുള്ള സന്നദ്ധതയുമായി മുന്നോട്ട് വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യ ഇതിനകം തന്നെ Su-57 യുദ്ധവിമാനത്തിന്റെ എക്സ്പോർട്ട് പതിപ്പ് ഇന്ത്യക്ക് നൽകാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി പ്രതിരോധ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ വിമാനത്തിന്റെ സാങ്കേതിക കൈമാറ്റത്തിനൊപ്പം ഇന്ത്യയിൽ ഇവ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും റഷ്യ നൽകുമെന്നാണ് അത്തരം റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പ്രതിരോധ നയത്തിന് കൂടുതൽ ബലം പകരും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വഴിയാകും ഇവയുടെ ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ നടക്കുക എന്നും സൂചനയുണ്ട്. അതേസമയം അമേരിക്ക ഇന്ത്യക്കായി മുന്നോട്ട് വെക്കുമെന്ന് പറയപ്പെടുന്ന F-35 സ്റ്റെൽത്ത് കഴിവും യുദ്ധപരിചയവും Su-57 അപേക്ഷിച്ച് വളരെ ഉയരത്തിലാണ്. F-35 എന്നത് ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. സെൻസർ ഫ്യൂഷൻ, ഡാറ്റ ലിങ്കിംഗ്, നെറ്റ്വർക്ക് സെൻട്രിക് യുദ്ധശേഷി എന്നിവയിലെല്ലാം ഈ 5ാം തലമുറ യുദ്ധവിമാനം മുന്നിട്ട് നിൽക്കുന്നു. അമേരിക്ക F-35 ഇന്ത്യക്ക് കൈമാറുന്നതിനായുള്ള നീക്കങ്ങൾ യാഥാർത്ഥ്യമാക്കപ്പെടുകയാണെങ്കിൽ അത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കും. അതുപോലെ തന്നെ ഇന്റലിജൻസ് സർവൈലൻസ് നെറ്റ്വർക്കിലേക്ക് എളുപ്പത്തിലുള്ള പ്രവേശനവും ഇന്ത്യക്ക് സാധ്യമാകും. ഒപ്പം ആധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കാനും ഇത്തരമൊരു കരാർ ഇന്ത്യക്ക് സഹായകരമായി തീരും. എന്നാൽ റഷ്യയെ അപേക്ഷിച്ച് അമേരിക്കയ്ക്ക് ഇത്തരമൊരു കരാറിൽ എത്തിച്ചേരുന്നതിന് ധാരാളം സാങ്കേതിക നിയന്ത്രണങ്ങളുണ്ട്. അമേരിക്കയുടെ കർശനമായ എക്സ്പോർട്ട് നിയമങ്ങളാണ് അതിന് കാരണം. അതിനാൽ തന്നെ സോഴ്സ് കോഡ് ആക്സസ്, സ്വതന്ത്ര ആയുധ ഇന്റഗ്രേഷൻ, പൂർണ്ണ ടെക് ട്രാൻസ്ഫർ എന്നിവ സാധ്യമാക്കുക എന്നത് വളരെയേറെ പ്രയാസമേറിയതാണ്. നിലവിൽ US പ്രതിരോധ വിദഗ്ധരുടെ ഇടയിൽ പോലും അമേരിക്ക ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം നൽകാനുള്ള സന്നദ്ധത പ്രകടമാക്കുമെന്ന ചർച്ചകൾ നടന്നുവരുന്നതിനിടയിൽ അത്തരമൊരു കരാറിലേക്ക് ഇന്ത്യ നീങ്ങുമോ എന്നതും
ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഇന്ത്യ F-35 യുദ്ധവിമാനമാണ് തിരഞ്ഞെടുക്കുകയെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ചരിത്രപരമായ പുതു അധ്യായത്തിലേക്ക് കടക്കും. അതേസമയം Su-57 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പരമ്പരാഗത റഷ്യൻ പ്രതിരോധ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടും. റഷ്യയുമായുള്ള സഹകരണത്തിലൂടെ ഇന്ത്യക്ക് കൂടുതൽ സാങ്കേതിക സ്വാതന്ത്ര്യവും ലഭിച്ചേക്കാം. ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നൽകാൻ റഷ്യയും അമേരിക്കയും തിടുക്കം കൂട്ടുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് സൂക്ഷ്മമായ വിലയിരുത്തൽ അനിവാര്യമാണ്. കാരണം അത് ഇന്ത്യയുടെ സൈനിക ശേഷിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, രാജ്യത്തിന്റെ തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകളെയും അത്തരമൊരു കരാർ ബാധിക്കും. അതിനാൽ തന്നെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരിക്കും ഇന്ത്യ Su-57 തിരഞ്ഞെടുക്കുമോ അതോ അമേരിക്കയുടെ F-35 തിരഞ്ഞെടുക്കുമോ എന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.